ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫൈനൽ ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. പൊതുവേ കുറേ കുട്ടികൾക്ക് ലാപ്ടോപ്പിനെ പറ്റിയും അത് ഉപയോഗിക്കാനൊക്കെ അറിയെങ്കിലും പക്ഷേ കുറച്ച് പേർക്ക് ഇതിനെ പറ്റിയാണ്ട് യാതൊരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വേർഡ് എന്താണ്, എക്സെല് എങ്ങനെ ചാർട്ട് ഉണ്ടാക്കാം, ഒരു പ്രൊജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ട് പറയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേർഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ പ്രോസസ്സ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എക്സെല്, വേർഡ്, അതിൽ ഞാൻ വേർഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വേർഡ് എന്ന സോഫ്റ്റ്വെയർ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മൗസിൽ റൈറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് വരും. അപ്പോൾ ന്യൂ ഭാഗത്ത് ചെന്നിട്ട് നമ്മളിവിടെ പുതിയ ഒരു പേജ് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊജക്റ്റ് എന്ന പേര് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ കുറേ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് 1 എന്ന് നമുക്ക് കൊടുക്കാം. പ്രൊജക്റ്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇതിന് ശേഷം കാണിച്ചു തരാം. ഒരു ഫുള്ളായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എങ്ങനെയാക്കാരം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം അത് കാണിക്കല്ലേ, വെയിറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ, കണ്ടൻസും, ലിസ്റ്റ് ഓഫ് ടേബിൾസും, ലിസ്റ്റ് ഓഫ് ചാർട്ടോ ഡയഗ്രാംസൊക്കെ ഉണ്ടാവും. പിന്നെ ചാപ്റ്റർ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോന്നായിരിക്കും. പിന്നെ ലാസ്റ്റാണ് ക്വസ്റ്റ്യനെയർ വരിക. അതിൻ്റെ ഇടയിൽ ഒരുപാട് ചാർട്ടുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ചാർട്ടിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ളതാണിത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. സേവിങ്സ് ആൻഡ് സ്പെൻഡിങ് ഹാബിറ്റ്സ് ഓഫ് ഡെയിലി വേജ് വർക്കേഴ്സാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം ഞാൻ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള പ്രൊജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനൊരു പേജ് ആക്കാരം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം മാർജിനൊക്കെ വരയണം. മാർജിൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് ലേഔട്ട്, അതൊക്കെ പേജ് ലേഔട്ടിൽ മാർജിൻ എന്ന് പറഞ്ഞാൽ നേരെ അടിയിൽ തന്നെ കാണാം. മാർജിൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ ഞങ്ങളെ സൈസ് ഇതായിരുന്നു. ഞാൻ പ്രൊജക്റ്റ് ചെയ്തിരുന്നുള്ള ഇപ്പോൾ സൈസാണ്. അപ്പോൾ ഓരോ കോളേജിൽക്കും ഓരോ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ടീച്ചർമാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മാർജിൻ വരയാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നോർമലായിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം. പിന്നെ മാർജിൻ്റെ ഒരളവ് മാത്രമേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബോർഡർ ചെയ്യണം. ബോർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പേജ് ബോർഡർ എന്ന് വെക്കിയതിന് ശേഷം നമുക്ക് വേണ്ട ഒന്നെടുത്തിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടോ ഇതേപോലത്തെ ഒരു ബോർഡർ വരും. പിന്നെ നമുക്ക് ഹെഡിങ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ഹെഡിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹോമിൽ പോയിട്ട് ഇവിടെ കണ്ടോ നമുക്ക് ഹെഡിങ് പറയുമ്പോൾ എപ്പോഴും സെൻറ്ററിലായിരിക്കും വരിക. അപ്പോൾ ആ സെൻറ്ററിൽ ഹെഡിങ് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒന്നെങ്കിൽ സെൻറ്ററിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ Ctrl+E കൊടുത്താലും നമുക്ക് സെൻറ്ററിലേക്ക് പോകും. അപ്പോൾ ഇത് ഞാനിവിടെ നിൽക്കി. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക്കിൻ്റെ ഇത് തന്നെ ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കൺട്രോൾ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ലാപ്ടോപ്പിൽ. ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ ക്യാപ്സ് ലോക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ക്യാപിറ്റലായിരിക്കും ആൽഫബറ്റ്സ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യാം. അപ്പോൾ ഞാനിതിൽ സ്റ്റഡി ഓൺ സേവിങ്സ് ആൻഡ് സ്പെൻഡിങ് ഹാബിറ്റ്സ് ഓഫ് ഡെയിലി വേജ് വർക്കേഴ്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതാണ് സ്ഥലം ഞാൻ
ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതാണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്തുള്ള ആൾക്കാരാണ് പെരിന്തൽമണ്ണ, കോട്ടക്കൽ അങ്ങനെയൊക്കെ ഓരോ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സിറ്റി ഏതാണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വൈവയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്ന ആൾക്കാർ നമ്മളോട് ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള സ്ഥലങ്ങളും അറിയുന്ന സ്ഥലങ്ങളും മാത്രമായിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കോട്ടക്കൽ അത് ഭാഗമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഹെഡിങ്ങിൻ്റെ സ്പേസ് നമുക്ക് സൈസ് കൂട്ടണം. സൈസ് കൂട്ടാൻ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ ഉണ്ട്. അതിൽ നമ്മൾ സൈസ് കൊടുക്കണത് ഒരു 18 കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബോർഡർ നമുക്കൊന്ന് കുറച്ചും കൂടി കട്ടി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡിൻ്റെ അവിടെ ഒന്ന് വെക്കണം. അതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓരോ ആൽഫബറ്റ്സിൻ്റെ ഫോണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഫോണ്ട് നമുക്ക് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഫോണ്ടിൽ ഞങ്ങളൊക്കെ അധികം യൂസ് ചെയ്തിരുന്ന ഒരു ഫോണ്ടാണ് ടൈം ന്യൂ റോമൻ എന്ന് പറഞ്ഞ ഫോണ്ട്. അപ്പോൾ പരമാവധി ആളുകളും ഇത് തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഞങ്ങളൊക്കെ ഇതാണ് ചെയ്തിരുന്നത്. ഇനി ഓരോ കോളേജിനും ഓരോ വ്യത്യാസമല്ലേ കാരണം ഞങ്ങളുടെ കോളേജിലത്തെ ടീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഹെഡിങ് കൊടുക്കേണ്ട കാര്യങ്ങളും പിന്നെ ബാക്കി ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ കുറേ കുട്ടികൾക്ക് ടോപ്പിക്ക് കിട്ടാത്ത ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അധികം കുട്ടികളും ഇത് ChatGPT ഇപ്പോൾ ഓരോ AI ഉണ്ടായതുകൊണ്ട് ChatGPT, ജെമിനി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക് അടിച്ചിട്ട് ഇൻട്രൊഡക്ഷനും ഓരോ കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ ചാപ്റ്റർ 1 എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊന്ന് ഒരു പേജിൽ എഴുതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ പല കോളേജിലും പല രീതിയിലായിരിക്കും. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം വേറെ ഫോർമാറ്റ് ഓരോ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു പേജ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി പേജ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ചാർട്ടൊക്കെ വരയുന്നതൊക്കെ അടുത്ത പേജ് ഇപ്പോൾ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തത് നമ്മൾ അടുത്ത പേജിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് നീങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നിൽക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്തൊരു പേജിലോട്ട് പോകും. പിന്നെ നമ്മൾ ഇവിടെ ആയിരിക്കും അടുത്ത ടൈപ്പ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉള്ളത് ഇവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ എങ്ങനെ വരാമെന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ടൈപ്പിംഗ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ടേബിളും എക്സലിൽ ഉപയോഗിച്ചിട്ട് ഗ്രാഫ് എങ്ങനെ വരേണ്ടതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മാർജിൻ എങ്ങനെ വരണമെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് മാർജിനൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ മാർജിൻ്റെ സൈസ് കൂട്ടാനുള്ളതും പിന്നെ നമുക്ക് പേജ് നമ്പർ എങ്ങനെ ഇടേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പേജ് നമ്പേഴ്സൊക്കെ നമ്മൾ ഇൻസേർട്ടിൽ പേജ് നമ്പേഴ്സ് എന്നൊരു ഭാഗം ഇവിടെ ഉണ്ട്. അതിലൊക്കെ ബോട്ടം ഓഫ് പേജ് എന്ന് പറഞ്ഞാൽ പേജിൻ്റെ താഴെ, അതായത് പേജിൻ്റെ താഴെ ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമത്തെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. നമുക്കെന്നാൽ ഇവിടെ തന്നെ അടിയിൽ സെൻറ്റർ ഭാഗത്ത് തന്നെ നമുക്കതിനുള്ള രേഖപ്പെടുത്താനുള്ള ഓരോ സംഭവങ്ങളും ഇതിൽ രണ്ടാമത്തെ പേജിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പേജിൽ ഓട്ടോമാറ്റിക്കലി ഇത് നമ്പർ വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ എത്ര പേജ് എടുക്കുന്നോ അതിലൊക്കെ ഇതിൽ വരും. ഇതിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേജ് ബ്രേക്ക് കൊടുത്തു. അപ്പോൾ കണ്ടോ 3 നമ്പർ വന്നു, 3 നമ്പർ വന്നു. ഇത് നമുക്ക് ഈ മാർജിൻ്റെ അടിയിലോട്ടാക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. അടുത്തത് ഞാൻ നിങ്ങൾക്ക് ചാർട്ട് എങ്ങനെയാണ് എക്സലിൽ നമുക്ക് സിമ്പിളായിട്ട്, അതായത് നമുക്ക് ഒരു മടുപ്പും തോന്നാതെ എങ്ങനെയാണ് ഒരുപാട് ടേബിൾസും ചാർട്ടും ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതൊരു ട്രിക്കാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഒരു മടുപ്പും തോന്നില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതായത് നമുക്ക് പെട്ടെന്ന് ഓരോ ചാർട്ടും ടേബിളും വരാൻ അത്രയ്ക്ക് സിമ്പിളായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത്രയ്ക്ക് നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ പല ഫ്രണ്ട്സുകളും എന്നോട് ചോദിച്ചതാണ് ഇത് എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഈ മാർച്ചിൻ്റെ ഈ പേജ് നമ്പേഴ്സ് എങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇൻസേർട്ടിൽ പേജ് നമ്പറിലോടത്തേക്ക് ഒന്നും കൂടി പോകണം. എന്നിട്ട് ബോട്ടം ഓഫ് പേജിൽ
നമ്മൾ ഇതിൽ നേരത്തെ സെലക്ട് ചെയ്ത പോലെ രണ്ടാമത്തെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഫൂട്ടറാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് ഓരോ അളവുകളുണ്ട്. ഫൂട്ടർ ഫ്രം ബോട്ടം, ഹെഡ് ഫ്രം ബോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഹെഡ് ഫ്രം ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഇവിടെ ഇതിൽ സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓരോ സെൻറ്റിമീറ്റർ നമുക്കിപ്പോൾ താഴത്തേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫൂട്ടർ ഫ്രം ബോട്ടമിൽ നമ്മൾ ആരോ മാർക്ക് നമ്മൾ താഴത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴത്ത് കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടോ അടിയിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഈ 3 എന്നുള്ള നമ്പേഴ്സൊക്കെ താഴത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ നമ്പേഴ്സും താഴത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർജിൻ്റെ താഴത്തേക്ക് നമ്പേഴ്സ് കൊണ്ടുവരാനുള്ള ഒരു ഇതാണ് ഇതിൽ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ.